അയാളുടെ ശബ്ദം വിറച്ചു. അവിടെ ആരോ! പേടിയുടെ ഒരു നേർത്ത ഞരക്കം അതിലുണ്ടായിരുന്നു. മറ്റേയാൾ ചുറ്റും നോക്കി, സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട്, എവിടെ? അവിടെ ആരുമില്ല. നിനക്ക് തോന്നിയതാവും. മഴയല്ലേ? നീ വേഗം നോക്ക്, ആദ്യത്തെയാൾ തീവ്രമായി ആവശ്യപ്പെട്ടു. രണ്ടാമത്തെയാൾ സംശയിച്ചു നിന്നു. ഇരുട്ടിനെ ഭേദിച്ചെത്തിയ ആ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ വാതിൽ സാധാരണമായി തോന്നിയില്ല. അത് കാലത്തിൻ്റെ ഭാരം പേറിയ, വാർദ്ധക്യം ബാധിച്ചതുപോലെ തകർന്ന ഒരു വാതിലായിരുന്നു. കൊളുത്തുകളെല്ലാം തുരുമ്പിച്ച് എപ്പോഴോ വിട്ടുപോയ നിലയിൽ. ഏതു നിമിഷവും അത് തുറന്നേക്കാം എന്നൊരു തോന്നൽ. എന്നാൽ ആ വാതിലിൻ്റെ ഇടുങ്ങിയ വിടവുകൾക്കുള്ളിൽ, ആ ഇരുട്ടിൻ്റെ മറയിൽ, ആ വാതിൽ ഏതോ ഒന്ന് കൊത്തിവെച്ചിരിക്കുന്നു. അവിടെ ആരോ കാത്തിരിക്കുന്നതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. വെളിച്ചം നേരിയ തോതിൽ അകത്തേക്ക് കടന്ന ആ വാതിലിൽ ഒരു വിചിത്രമായ രൂപം, വ്യക്തമല്ലാത്ത ഒരു അസ്തിത്വം, നിഴൽ ചിത്രം പോലെ ചലനമില്ലാതെ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുന്നിൽ നടന്നയാൾ പേടിയെ മറികടക്കാനെന്നോണം അനിയന്ത്രിതമായി തൻ്റെ കൈ നീട്ടി. ഇരുട്ടിൻ്റെ മറവിൽ വിചിത്ര രൂപം കണ്ട ആ പള്ളിയുടെ തടിവാതിലിൻ്റെ പടിയിലേക്ക് വിരൽത്തുമ്പ് തൊടാനായി അയാൾ ഏകദേശം എത്തിയിരുന്നു. ആ നിമിഷം പിന്നിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം അന്തരീക്ഷത്തിൻ്റെ നിശബ്ദതയെ ഒരു കൊടുവാൾ പോലെ പിളർന്നുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ തുടരുത്! ശബ്ദത്തിന് കൽപ്പനയുടെ ഈണമുണ്ടായിരുന്നു. അതിലുപരി അപകടത്തെക്കുറിച്ചുള്ള ഒരു അഭ്യർത്ഥനയുമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരൂ! ആ അപ്രതീക്ഷിത ശബ്ദം കേട്ട് ഞെട്ടിയയാൾ വാതിലിന് നേരെ നീട്ടിയ കൈ പെട്ടെന്ന് പിൻവലിച്ചു. ഭയവും ആകാംക്ഷയും നിറഞ്ഞ കണ്ണുകളോടെ അയാൾ പിന്നിലേക്കു തിരിഞ്ഞു. അയാളുടെ കൂടെയുണ്ടായിരുന്നയാൾ ശബ്ദത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ അജ്ഞാത ശബ്ദത്തെ അനുഗമിച്ച് അവർ ഇരുവരും മുന്നോട്ട് നടന്നു. നമ്മളല്ലാതെ ഇവിടെ വേറെ ആരും ഉണ്ടോ? മുന്നിൽ നടന്നവൻ്റെ ശബ്ദത്തിൽ ആശയക്കുഴപ്പവും നേരത്തെ കണ്ട ഭയത്തിൻ്റെ അലകളും കലർന്നിരുന്നു. ഈ വിജനതയിൽ മൂന്നാമതൊരാൾ എന്നത് അവൻ്റെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. നിനക്കൊന്ന് തോന്നുന്നതാണ്. പിന്നിലുള്ളയാൾ ശാന്തത നടിച്ചു. അയാളുടെ ശബ്ദത്തിൽ യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. അങ്ങോട്ടാണ് സെമിത്തേരി. നമുക്കങ്ങോട്ടാണ് പോകേണ്ടത്. ഈ കാഴ്ചകളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോകാം. അയാളത് പറഞ്ഞതേയുള്ളൂ. ഇരുവശങ്ങളിലെയും ഇരുണ്ട മരങ്ങൾക്കിടയിൽ നിന്നോ മഴ നനഞ്ഞ ചെളിയിൽ നിന്നോ ഇതെവിടെ നിന്ന് വന്നു എന്നുപോലും അറിയാനാവാത്ത വിധം ആരോ ഓടുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ചാറ്റൽ മഴയും പുകമഞ്ഞും ഇടകലർന്ന ആ അന്തരീക്ഷത്തിൽ ആരോ ഭയന്നു പാഞ്ഞോടുന്നതുപോലെ ഒരു തോന്നൽ. കാലുകൾ തറയിൽ ഉറയ്ക്കാതെ ഓടുന്ന ശബ്ദം. ഒന്നിലധികം പേരുണ്ടോ? പേടിക്കാതെ വരൂ, അയാൾ